നമസ്കാരം. 6 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ടെന്നിരിക്കെ ഒരു ഗഡു മാത്രം നൽകി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഒരുങ്ങുകയാണ് ഇന്ന് പിണറായി സർക്കാർ. ഇന്ന് മുടങ്ങിക്കിടക്കുന്ന 6 മാസത്തെ കുടിശ്ശികയുടെ ഒരു ഭാഗം സർക്കാർ നൽകി തുടങ്ങും. ജനങ്ങൾക്ക് താൽക്കാലിക ആശ്വാസം എന്നോണം ഇത് മാറുമെന്ന് വേണമെങ്കിൽ പറയാമെങ്കിൽ കൂടെ ഒന്ന് ആഴത്തിൽ ചിന്തിച്ചാൽ ഇന്ന് മുതൽ സർക്കാർ വിതരണം ചെയ്യുന്ന ആ പെൻഷൻ തുക എന്നത് താൽക്കാലിക ആശ്വാസത്തെക്കാൾ ജനങ്ങൾ കേൾക്കുന്ന ഏറ്റവും വലിയ പ്രഹരമായിരിക്കും എന്നതാണ് വാസ്തവം. അതായത് കോടിക്കണക്കിന് രൂപ, കൃത്യമായി പറയുകയാണെങ്കിൽ 3500 കോടി രൂപ കടമെടുത്തിട്ടാണ് ഈ 6 മാസത്തെ കുടിശ്ശികയുടെ ഒരു ഭാഗം നൽകാൻ സർക്കാർ ഒരുങ്ങുന്നത്. എന്ന് വച്ചാൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ മുങ്ങിത്തപ്പുന്ന കേരളത്തിന് ഇനി ജനിക്കാൻ പോകുന്ന ഓരോ കുഞ്ഞുങ്ങൾ പോലും കടബാധ്യസ്ഥരായി മാറും എന്ന് ചുരുക്കം. ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും ഇനി കടക്കാരനായിരിക്കും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് വോട്ടെടുപ്പ് തന്ത്രം എന്നുള്ളതാണ്. പണ്ട് കിറ്റ് കൊടുത്ത് വോട്ട് വാങ്ങിയത് പോലെ ഇപ്പോൾ പെൻഷൻ കാശ് കൊടുത്ത് വോട്ട് വാങ്ങാം എന്ന കണക്കുകൂട്ടലിലാണ് ഈ 6 മാസത്തെ ഗഡുവിൽ ഒരു ഗഡു മാത്രം നൽകുമ്പോൾ പിണറായി സർക്കാർ വിചാരിക്കുന്നത്. സാധാരണക്കാരെ സംബന്ധിച്ച് നിരന്തരമായി മുടങ്ങിക്കിടന്നിരുന്ന പെൻഷൻ തുകയിൽ ഒരു ഗഡുവെങ്കിലും കിട്ടിയാൽ അത് വരണ്ട മണ്ണിൽ മഴ പെയ്യുന്ന ഒരു അനുഭൂതിയായിരിക്കും എന്നത് സർക്കാരിനറിയാം. ആ അവസ്ഥയെ മുതലെടുത്തിട്ടാണ് സർക്കാർ ഇന്നു മുതൽ പെൻഷൻ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുക കൂടെ ചെയ്യുന്നതിനാൽ പെൻഷൻ നൽകിയ കടപ്പാട് ജനം വോട്ടായി CPM-ന് തിരികെ നൽകും എന്നതാണ് ഇടത് സർക്കാരിന്റെ പ്രതീക്ഷ. അതിനുവേണ്ടി ഇന്ന് പെൻഷൻ നൽകി തുടങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം 3500 കോടി രൂപ കടമെടുത്തിട്ടാണ് സർക്കാർ കടം തീർക്കാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നത്. വിരമിക്കുന്നവരുടെ പെൻഷൻ തുകയും ക്ഷേമ പെൻഷൻ കുടിശ്ശികയുമാണ് ഇത്തരത്തിൽ ഇന്ന് വിതരണം ചെയ്തു തുടങ്ങുക എന്നതാണ് റിപ്പോർട്ട്. അതിൽ ക്ഷേമ പെൻഷൻ വിതരണത്തിന് 800 കോടി രൂപയോളം വേണമെന്നാണ് കണക്ക്. ഈ മാസവും അടുത്ത മാസവുമായി 7500 കോടി രൂപ വിരമിക്കുന്ന ജീവനക്കാർക്ക് ആനുകൂല്യമായി നൽകാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. ഇതിനായി അടുത്ത മാസം ആദ്യം വീണ്ടും സർക്കാർ കടമെടുക്കും എന്നതാണ് റിപ്പോർട്ട്. സെക്രട്ടേറിയറ്റിൽ മാത്രം 5 സ്പെഷ്യൽ സെക്രട്ടറിമാരടക്കം 150 പേരാണ് ഇത്തവണ വിരമിക്കാൻ പോകുന്നത്. വിരമിക്കുന്നവരിൽ നല്ലൊരു പങ്കും ആനുകൂല്യങ്ങൾ ട്രഷറിയിൽ തന്നെ നിക്ഷേപിക്കുന്നുണ്ട്. അതിനാൽ ഫലത്തിൽ സർക്കാരിന് 7500 കോടിയുടെ ബാധ്യത ഒറ്റയടിക്ക് വരില്ല എന്നതാണ് വസ്തുത. സംസ്ഥാനത്തിന് 2024-25 സാമ്പത്തിക വർഷത്തിൽ 18,253 കോടി രൂപ കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ഏപ്രിലിൽ 3000 കോടി വായ്പ എടുക്കാനാണ് കേന്ദ്രം മുൻകൂർ അനുമതി നൽകിയതും. ഇതടക്കം 21,253 കോടി രൂപയുടെ കടമെടുപ്പിനാണ് ഇതുവരെ അനുമതി ലഭിച്ചിരിക്കുന്നത്. ഈ കടമെടുപ്പ് പ്രതീക്ഷിച്ചാണ് ബജറ്റ് അടക്കം സർക്കാർ ഇത്തവണ തയ്യാറാക്കിയത് പോലും. ഏപ്രിൽ മുതൽ ഡിസംബർ വരെയും ജനുവരി മുതൽ മാർച്ച് വരെയും 2 ഘട്ടമായിട്ടാണ് സംസ്ഥാനങ്ങൾക്ക് കടമെടുക്കാൻ കേന്ദ്രം പ്രത്യേക അനുമതി നൽകുന്നത്. ഈ അനുമതി ലഭിച്ചാലേ റിസർവ് ബാങ്ക് വഴിയുള്ള കടമെടുപ്പ് സാധ്യമാകുകയുള്ളൂ. ഒരു വശത്ത് സർക്കാർ ഇങ്ങനെ പെൻഷൻ നൽകി വോട്ട് പിടിക്കാൻ വേണ്ടി കടമെടുത്തുകൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് പങ്കാളിത്ത പെൻഷന്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ അതിന് ഇപ്പോഴും ഉത്തരമില്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അത് നടപ്പാക്കാതിരിക്കുന്ന ഇടത് സർക്കാരിനോടുള്ള രോഷം തണുപ്പിക്കാൻ നീക്കങ്ങൾ സർക്കാർ തുടങ്ങുന്നുണ്ട് എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാൻ സാധിക്കാത്ത സർക്കാർ അതിനെ പരമാവധി നീട്ടിക്കൊണ്ടുപോകാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. പങ്കാളിത്ത പെൻഷന് പകരം നിശ്ചിത പെൻഷൻ ഉറപ്പാക്കുക, പുതിയ പദ്ധതി നടപ്പിലാക്കുന്നതിനെ കുറിച്ച് പഠിച്ച് ശുപാർശ നൽകാൻ വീണ്ടും ഒരു സമിതിയെ നിയോഗിക്കുക എന്നെല്ലാമാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. എന്തായാലും ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇത്തരത്തിൽ ഓരോ പദ്ധതികളുമായി സർക്കാർ മുന്നോട്ട് വരികയാണ്. ഇതിനെല്ലാം പിന്നിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ: അടുത്ത വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലും വോട്ട് പിടിക്കുക എന്നത് മാത്രം.